ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു അവിൽ പായസം വയ്ക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ചിലതിൽ വെള്ള അവിലാണ്, പക്ഷേ എൻ്റെ ഒരു ചുമന്ന അവിലാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് പായസം വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിൽ വറുത്ത് കോരി ആദ്യമേ എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ജോലി പെട്ടെന്ന് എളുപ്പമാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ഒരു ഇതിൽ തന്നെ ഇത് ഞാൻ ചെറിയൊരു ഉരുളിയാണ് ഏട്ടാ എടുത്തത്. കുറച്ച് പായസമേ വയ്ക്കണുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ അവിൽ പായസം വെക്കണം. അവിൽ ഞാൻ നനച്ചൊക്കെ നമ്മൾ കഴിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ പായസം വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ തേങ്ങ തിരുവി വെച്ചു, തേങ്ങാപ്പാലിന് അതിൽ തന്നെ നെയ്യിലൊന്ന് വറുത്ത് കോരി അവലിനെ എടുത്തു. അവലൊന്ന് നന്നായിട്ട് ആ നെയ്യിൽ മൂത്തപ്പോഴത്തേക്കും ഞാൻ ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതും ഒന്ന് നന്നായിട്ട് ശർക്കരയൊക്കെ പിടിച്ച് വന്നപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. തേങ്ങാപ്പാലിൽ അതൊന്ന് കുറുകി വന്നപ്പോൾ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുറുകി. അപ്പോൾ അതിനിടയ്ക്ക് ചേട്ടൻ എനിക്കൊന്ന് ഏലക്ക ഒന്ന് പൊടിച്ച് തന്നു. അപ്പോൾ ഏലക്കയൊക്കെ ഞാൻ ഒന്ന് ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ വറുത്ത് കോരി വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അതിലിട്ട് കേട്ടോ. അപ്പോൾ ഇത് ശകലം ഒന്ന് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, ആ അവിലിൻ്റെ ഒരു ഇതൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാശിക്കുട്ടന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനും കുടിച്ചു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം,